ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ, യഹോവേ, അങ്ങേ എന്റെ ദീപമാകുന്നു, അങ്ങേ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയമുള്ളവരെ, ദാവീദ് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട, യഹോവയുടെ അഭിഷിക്തനായി നിർണയിക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു. അഭിഷേകം തന്റെ തലമേൽ വീഴുമ്പോൾ മുതൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ തന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. വളരെ പ്രതികൂലങ്ങളിൽ കൂടെ ദാവീദ് പോകേണ്ടതായി വന്നു. ദാവീദിനെ തകർത്തു കളയുവാൻ രാജാക്കന്മാർ കൂട്ടം കൂടി. അനേകമായ രഹസ്യ അജണ്ടകൾ ഉണ്ടാക്കി. എന്നാൽ ഒരുവനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവമാകയാൽ അവനെ തകർത്ത് കളയുവാൻ ദൈവം ദുഷ്ടന് അധികാരം കൊടുക്കത്തില്ല. ദാവീദ് അറിയാതെ ദാവീദിന്റെ ശത്രുക്കൾ തകർന്നുപോയി. അവന്റെ പിന്നാലെ സഞ്ചരിച്ച ശൗൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദാവീദ് അറിയാതെ തന്റെ ശത്രുവിനെ തന്റെ മുമ്പിൽ നിന്നും തന്റെ പിമ്പിൽ നിന്നും ദൈവം നീക്കിക്കളഞ്ഞു. ശത്രുവിൽ നിന്ന് ജയം പ്രാപിച്ച ദാവീദ് പാടിയ പാട്ടിന്റെ വരികളാണ് നമ്മൾ രാവിലെ സമയം ധ്യാനിപ്പാൻ എടുത്തിരിക്കുന്ന വചനം. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു ദൈവം, അതെ, ദൈവത്താൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമ്പോൾ നമ്മുടെ പടക്കൂട്ടങ്ങളെ തകർത്ത് അതിനപ്പുറം കിടക്കുമാറാക്കുന്നു ദൈവം. എന്റെ നരിയാണികൾ വെക്കുവാൻ തക്കവണ്ണം അവൻ എന്റെ മുമ്പിലുള്ള പാതകളെ വിശാലമാക്കി എന്ന് ദാവീദ് പറയുന്നു. പ്രതികൂലങ്ങൾ അനവധിയായിരുന്നു. മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്തതുപോലെ പർവ്വതനിരകൾ വലുതായിരുന്നു. വലിയ അസാധാരണമായ തടസ്സങ്ങൾ തന്റെ മുമ്പിലുണ്ടായിരുന്നു. ശത്രു സൈന്യം ഒരു സൈഡിൽ, മറ്റനവധിയായ പ്രതികൂല ശക്തികൾ തന്റെ മുമ്പിലും പിമ്പിലും തന്റെ വഴി അടച്ച അനുഭവം ഉണ്ടായി. എന്നാൽ ഭക്തനായ ദാവീദിനെ യഹോവയായ ദൈവം തന്റെ സകല ശത്രുക്കളിൽ നിന്നും വിടുവിച്ചപ്പോൾ തൻ ദൈവത്തിന് പാടുകയാണ്, യഹോവ എന്റെ സങ്കേതം, അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ ശൈലം, അവൻ എൻ്റെ കോട്ട, അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി. ആകയാൽ എൻ്റെ ദൈവത്താൽ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു എന്ന്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. രാവിലെ സമയം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വല്ലാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത മേഖലയിൽ പരിശുദ്ധാത്മാവ് രാവിലെ സമയം പറയും, യഹോവയിൽ ആശ്രയിക്കുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ